വാട്സ്ആപ്പ് ഗീസ് ബോഗസ്മേഡ് നാസിമാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൊബൈലിൽ നിന്നും അല്ലെങ്കിൽ PC-യിൽ നിന്നൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ആ ഒരു വീഡിയോസിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആ ഒരു വീഡിയോ കണ്ട ആളുകൾ നമുക്ക് തന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ധാരാളം കമൻറ്റ്സ് കാണാൻ പറ്റി. വളരെ സന്തോഷമായി ആ ഒരു കമൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഒരുപാട് ആളുകൾക്ക് തങ്ങളുടെ മൊബൈലിൽ നിന്നൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും തിരിച്ചു കിട്ടി എന്നുള്ള ഒരുപാട് കമൻറ്റ്സ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ എങ്കിൽ കുറച്ച് ചുരുക്കം ചില ആളുകൾക്ക് കുറച്ച് വീഡിയോസ് കിട്ടാതെ വന്നിട്ടുണ്ടെന്ന് അതും ആ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വിത്ത് ലൈവ് പ്രൂഫോട് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പല ആപ്ലിക്കേഷനും വീഡിയോസ് റിക്കവർ ചെയ്തെടുക്കുമ്പോൾ സ്ക്രീൻ റെക്കോർഡിങ്ങും സ്ക്രീൻഷോട്ടും കിട്ടാറില്ല. പക്ഷേ എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ അത്തരത്തിൽ സ്ക്രീൻ റെക്കോർഡ് വഴിയും അതേപോലെ സ്ക്രീൻഷോട്ടും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും കിട്ടുന്ന ആ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ലൈവായിട്ട് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ആകാത്ത ആളുകൾക്ക് മറ്റ് 2 രീതിയിൽ എങ്ങനെ നമുക്ക് വീഡിയോസും ഫോട്ടോസും റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ആ ഒരു വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ വർക്കാണെന്നുള്ള ലൈവ് പ്രൂഫിന് വേണ്ടിയാണ് എൻ്റെ ഗാലറി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി കാണിക്കുന്നത്. ഇതിൽ മൈ വീഡിയോ 368 വീഡിയോസ് എന്ന് പറഞ്ഞാൽ 2 വീഡിയോസാണ് കിടക്കുന്നത്. അതിൻ്റെ ടോട്ടൽ നമ്മുടെ ഗാലറിയിൽ 370 വീഡിയോസ് കിടപ്പുണ്ട്. ഇനി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഹാപ്പി ആപ്പ് ഫ്രീ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന ആദ്യത്തെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചതിൽ അലോസ് ചോദിക്കുന്നുണ്ട്, പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് വരും. അതിൽ ഒന്നുകിൽ നമുക്ക് സ്കിപ്പ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു സ്ക്രോൾ ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സ്കാൻ ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ സ്കാൻ ചെയ്യുക. അപ്പോൾ ഇതിൽ സ്കാൻ ഇമേജും സ്കാൻ വീഡിയോസ് എന്നും പറഞ്ഞു കാണും. നമ്മൾ ആദ്യം വീഡിയോസാണ് നമ്മളിവിടെ സ്കാൻ റിക്കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്കാൻ വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കുറച്ചധികം സമയം നമുക്കിവിടെ കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ മൊബൈലിൽ എത്രത്തോളം വീഡിയോ നമുക്ക് കിടപ്പുണ്ട്, ഓൾറെഡി ഗാലറിയിൽ കിടക്കുന്ന വീഡിയോസും അതുകൂടാതെ തന്നെ നമ്മുടെ ഗാലറിയിൽ നിന്നും ഡിലീറ്റ് ആയി പോയിട്ടുള്ള വീഡിയോസും ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് അധികം സമയം നമ്മുടെ മൊബൈലിലെ ഡേറ്റയ്ക്ക് അനുസരിച്ച് എത്രത്തോളം ഡിലീറ്റ് ആയി പോയിട്ടുള്ള ആ ഒരു ഡേറ്റയ്ക്ക് അനുസരിച്ച് കുറച്ച് സമയമെടുക്കും. അത്രത്തോളം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. എൻ്റെ ഗാലറിയിൽ 370 വീഡിയോസാണ് നമ്മൾ ലൈവായിട്ട് നേരത്തെ കണ്ടിരുന്നത്. 370 മുകളിൽ വരുന്ന വീഡിയോസ് നമുക്കിവിടെ റിക്കവർ ചെയ്യാൻ പറ്റിയ വീഡിയോസാണ്. ഇപ്പോൾ ഏകദേശം 400 സംതിങ് വീഡിയോസ് എൻ്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഡിലീറ്റ് ആയി പോയിട്ടുള്ള വീഡിയോസ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലാക്ക് കിടക്കുന്നതൊക്കെ ലാർജ് ഫയലാണ്, ഒരുപാട് MB ഉള്ള ഫയൽസാണ്. അത് ലോഡായി വരാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ടായിരിക്കും. അത്തരത്തിൽ കൂടുതൽ MB ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കുറച്ച് താമസം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗാലറിയിൽ കാണുന്ന ഫോട്ടോസും വീഡിയോസും അതേപോലെ തന്നെ നമ്മുടെ റിക്കവർ ചെയ്യേണ്ട വീഡിയോസും നമ്മളിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ വീഡിയോസും കാണുന്നുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് സംശയം തോന്നുന്ന വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാതെ തന്നെ അവിടെ വെച്ച് പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം അത് തന്നെയാണ് നമ്മുടെ വീഡിയോ, നഷ്ടപ്പെട്ടു പോയ വീഡിയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഏതൊക്കെ വീഡിയോസാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. വാട്സാപ്പിൽ എസ്പെഷ്യലി വാട്സാപ്പ് സ്റ്റാറ്റസിലെ വീഡിയോസ് പോലും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട വീഡിയോസ് ഏതൊക്കെയാണോ അതങ്ങ് നമ്മൾ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ഇതേപോലെ ടിക്ക് മാർക്ക് ഇടുക. ഏതൊക്കെ വീഡിയോസ് വേണോ അതൊക്കെ നമ്മൾ ടിക്ക് മാർക്ക് ഇട്ട് സെലക്ട് ചെയ്തതിന് ശേഷം
റീസ്റ്റോർ എന്നുള്ള ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി നമ്മുടെ ഗാലറിയിൽ നമുക്കൊന്ന് പോയി നോക്കാം ഇത് റീസ്റ്റോർ ആയിട്ടുണ്ടോ എന്ന്. നമ്മളിവിടെ 2 വീഡിയോസ് ആയിരുന്നു സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. ആ വീഡിയോസ് ഇവിടെ നമുക്ക് റിക്കവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണ്, ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്, ലൈവ് പ്രൂഫ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ച് ഞാൻ തരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസ് കിട്ടുമോ നോക്കാം. അതിനുവേണ്ടി നമ്മൾ സ്കാൻ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഫോട്ടോസ് എൻ്റെ മൊബൈലിൽ ഏകദേശം ഗാലറിയിൽ ഏകദേശം 3000-ഓളം ഫോട്ടോസ് കിടപ്പുണ്ട്. അപ്പോൾ കുറച്ചധികം സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളുടെ മൊബൈലിൽ എത്രത്തോളം ഫോട്ടോസ് കിടപ്പുണ്ടോ അത്രത്തോളം സമയം ഈ ഒരു ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന ഫോട്ടോസും അതേപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ്, സ്ക്രീൻഷോട്ട് ഇവയെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് തരുന്നുണ്ട്. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം എൻ്റെ മൊബൈലിൽ ഉള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, ഫോട്ടോസ് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നിയത് ഇവിടെ നമുക്ക് സ്ക്രീൻഷോട്ട് അതേപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റ് ആപ്ലിക്കേഷനിലൊന്നും ഈ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്നും നമുക്ക് കിട്ടാറില്ല. ഈ ഒരു ആദ്യം കാണുന്ന ഫോട്ടോസൊക്കെ എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഫോട്ടോസാണ്. എൻ്റെ വാട്സാപ്പിലും അതേപോലെ തന്നെ ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിരിക്കുന്ന ഫോട്ടോയും എൻ്റെ ക്യാമറയിൽ ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഒരുപാട് ഇതിൽ കാണുന്നുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എൻ്റെ ഗാലറിയിൽ കിടക്കുന്ന ഫോട്ടോസും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഉള്ള ഫോട്ടോസും ഇതിൽ സ്കാൻ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട ഫോട്ടോസ് ഏതൊക്കെയാണോ അത് ലോങ് പ്രസ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. എത്രത്തോളം ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് എടുക്കുക. റീസ്റ്റോർ ചെയ്യേണ്ട ഫോട്ടോസ് ഏതൊക്കെയാണോ അതെല്ലാം ലോങ് പ്രസ് ചെയ്ത് ടിക്ക് ഇടുക. അതിനുശേഷം റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഇത് റീസ്റ്റോർ ആയിട്ടുണ്ട്, നമ്മുടെ ഗാലറിയിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ റീസ്റ്റോർ ചെയ്ത ഫോട്ടോസ് നമുക്കിവിടെ വർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വർക്കിംഗ് ആണ്, ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ റൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഫോട്ടോസും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ എങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തോട് കൂടി മാത്രം ചെയ്യുക. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ വാറണ്ടി നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എത്തിച്ചു കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ഒന്ന് പരിഗണിച്ചേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല വീഡിയോയുമായി കാണുന്നവരെ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.